ഷൂട്ടിംഗ് ലൊക്കേഷനിൽ 16-കാരിയും അമ്മയും 2 ആഴ്ചയോളം ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി നടിയുടെ വെളിപ്പെടുത്തൽ. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 2008 പുറത്തിറങ്ങിയ വൺ വേ ടിക്കറ്റ് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് സംഭവം നടന്നത്. പൃഥ്വിരാജ്, ഭാമ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് ബിപിൻ പ്രഭാകർ ആയിരുന്നു. ചിത്രത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിലും എത്തി. ഷൂട്ടിംഗ് ലൊക്കേഷന് സമീപത്തായുള്ള മുറിയിൽ താമസിക്കാനാണ് അമ്മയോടും മകളോടും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. അവർ 2 ആഴ്ച താമസിച്ചിട്ടും ഇരുവരെയും ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയില്ല. ഈ കാലയളവിൽ ചിത്രത്തിന്റെ ക്യാമറാമാൻമാരും മറ്റ് ടെക്നീഷ്യന്മാരും അടക്കം നിരവധി അണിയറ പ്രവർത്തകർ ഇരുവരെയും ലൈംഗികമായി ഉപദ്രവിച്ചു. അതിക്രമത്തിനിരയായവർ തന്നെയാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്നും നടി വ്യക്തമാക്കി. ചിത്രത്തിന്റെ സംവിധായകൻ ഉൾപ്പെടെ സിനിമയിലെ മുതിർന്ന സാങ്കേതിക വിദഗ്ധരുമായി അവർക്ക് നേരിട്ട് ബന്ധമില്ലായിരുന്നു എന്നും നടി ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ അനേക പ്രമുഖർക്കെതിരെ ആരോപണങ്ങളും പരാതികളും ഉയർന്നിരുന്നു. സംവിധായകന്മാരായ രഞ്ജിത്തും തുളസിദാസ്, VK പ്രകാശ്, നടന്മാരായ സിദ്ദീഖ്, റിയാസ് ഖാൻ, ബാബുരാജ്, മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു, പരസ്യചിത്ര സംവിധായകനായ ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരെ ആരോപണവും പരാതികളും ഉയർന്നു.